പ്പെട്ടത് ക്ഷേത്രം മാത്രമായിരുന്നില്ല. ബുദ്ധ സന്യാസിമാരുടെ ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ. അതാ ഞാൻ പറഞ്ഞത്, കാശ്മീരിന്റെ സമാധാനം തകർക്കപ്പെട്ടു. ഇത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ ഒരു ഭാഗമുണ്ട്. ഒരു പെൺകുട്ടി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട്, വാചകമടി നിർത്ത്, വസ്തുത പറ, അതല്ലെങ്കിൽ വായടയ്ക്കുന്നു. അപ്പോൾ സദസ്സിൽ നിന്ന് ധീരമായി മറ്റൊരാൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ടോ ആ ആൺകുട്ടി പറയുന്നു, അദ്ദേഹം സംസാരിക്കട്ടെ, എനിക്ക് കേൾക്കണം, പറയൂ കൃഷ്ണ, ബാക്കി കൂടെ. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളിൽ പലരും എന്നോട് നിർത്തി, വീട്ടിൽ പോടി, നിനക്ക് മതിയായിട്ടില്ലേടി, നിനക്ക് വേറെ പണിയില്ലേടി എന്ന് ചോദിക്കുമ്പോൾ ഒരാള് വരുന്നു. അവര് പറയുന്നത് കേൾക്കാൻ ഞങ്ങളുണ്ടിവിടെ, നിനക്ക് വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ ഈ ചാറ്റ് ബോക്സിൽ ഒരാളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെ പോലെ, ഈ പറഞ്ഞ ആൺകുട്ടിയെ പോലെ ഒരാളെങ്കിലും ഉണ്ടാകുമല്ലോ. നിങ്ങൾ പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഇത്തരം വസ്തുതകൾ ഭൂരിപക്ഷം പറയാൻ മടിക്കുമ്പോൾ, ഭയക്കുമ്പോൾ നിങ്ങളത് തുറന്ന് പറയുന്നല്ലോ. അത് കേൾക്കാൻ പൂർണ്ണ മനസ്സോടെ ഞങ്ങളുണ്ടിവിടെ. അത് ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പ്രഭാഷണം ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. ഞങ്ങളുടെ മക്കൾക്ക് ബോധം വെക്കട്ടെ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ കൂടി മണ്ണാണ് ഇന്ന് കേരളം. കൃഷ്ണ പണ്ഡിറ്റ് തിരിച്ചു ചോദിച്ചു, 20 നിരപരാധികളെ ക്രൂരമായി വെടിവെച്ചു കൊന്നു എന്ന് TV അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ, പട്ടാപ്പകൽ വ്യോമസേന ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന തീവ്രവാദിയായ ബിട്ട കാരേട്ടയ്ക്ക് അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരണം ഒരുക്കിയ നടപടി അതും നമ്മൾ കാണേണ്ടി വന്നു. ഈ ഭരണാധികാരികൾ ആരോടൊപ്പമാണ് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്നതായിരുന്നു അത്തരം വംശഹത്യകൾ. പഠനം പൂർത്തിയാക്കിയാൽ അവർ പറയുക, നിങ്ങളൊക്കെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും മടങ്ങും. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മടങ്ങുന്നത് ലോകത്തൊരാൾക്കും തടയാൻ സാധിക്കില്ല. പക്ഷേ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവരുടെ നാട്ടിലേക്കോ വീട്ടിലേക്കോ മടങ്ങാൻ സാധിക്കുമോ? ഇതല്ലേ അനീതി. അവര് തുടരുവാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഭാവി ഭാരതത്തിന്റെ പ്രതീക്ഷ എന്ന് വിളിക്കപ്പെടുന്ന യുവാക്കളിൽ ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ലോകത്തെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒന്നറിയാം, നീതി നടപ്പാക്കാത്ത രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ സാധിക്കില്ല. ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. ഉടനെ തന്നെ ശുഭിതയായി രാധിക മേനോൻ എന്ന സ്ത്രീ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കൃഷ്ണ പണ്ഡിറ്റ് പറയുന്നു, രാധിക, പ്രൊഫസർ രാധിക മേനോൻ, എല്ലാ കഥയിലും ഒരു വില്ലൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. തീർച്ചയായും ഉണ്ടാകും. ഈ കഥയിലെ വില്ലൻ മറ്റാരുമല്ല, കുഞ്ഞിനെ അവന്റെ അമ്മയിൽ നിന്ന് പറിച്ചു മാറ്റുന്നവനാണ് വില്ലൻ. ഏത് ഭൂമിയിലാണോ നിങ്ങൾ പിറന്നു വീഴുന്നത്, ഏതു മണ്ണാണോ നിങ്ങളുടെ മണ്ണ്, അതാണ് നിങ്ങളുടെ അമ്മ. അതെ, കാശ്മീർ എന്റെ അമ്മയാണ്. എന്റെ പെറ്റമ്മയുടെ പേര് ശാരദ എന്നായിരുന്നു. ഇത് അവരുടെ കഥയാണ് ഞാൻ പറയുന്നത്. എന്റെ സഹോദരന്റെ പേര് ശിവ എന്നായിരുന്നു. ഇതവന്റെ കഥയാണ്. അതേസമയം ഇതെന്റെ അമ്മയുടെ മാത്രം കഥയുമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മമാരുടെ കഥയാണിത് എന്ന് പറഞ്ഞ കുട്ടി നിന്ന് തേങ്ങുന്നത്, നിന്ന് കരയുന്നത് നമ്മൾ ആ സിനിമയിൽ കണ്ടു. വെറും ഒരു സിനിമയായി, വെറും ഒരു കഥയായി അതിനെ തള്ളിക്കളയരുത്. കാശ്മീരിന്റെ മണ്ണിൽ 1990കളിൽ നടന്ന ചില നഗ്ന സത്യങ്ങളെ ഒപ്പിയെടുക്കുകയായിരുന്നു അവർ. ഇതുവരെ കാണാത്ത പലതുമാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ആരാണ് കുറ്റക്കാർ? ആരാണ് ഈ നാടിന്റെ പൈതൃകത്തെ നശിപ്പിക്കുന്നത്? നമുക്കിടയിലുള്ള സമാധാനത്തെ ആരാണ് നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. എങ്ങനെയാണ് കൃത്യമായി സത്യം മനസ്സിലാക്കി പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. ആരാണ് നമ്മുടെ ശത്രുവെന്നും ആരാണ് നമ്മുടെ മിത്രമെന്നും ഈ കേരളക്കരയുടെ ഈ ഒരു ശാലീന സൗന്ദര്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്.
ഈ നാടിനു വേണ്ടി, നമ്മുടെ നാടിന്റെ നന്മയ്ക്കു വേണ്ടി, നമ്മുടെ ബഹുസ്വരത നിലനിൽക്കുന്നതിന് വേണ്ടി. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പഠിച്ചതുപോലെ, നമ്മൾ ഒരുമിച്ച് വളർന്നതുപോലെ അത്തരം ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടെത്തി അതിനെ ചികിത്സിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ സംസാരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്, ഇതെന്റെ ലൈവല്ലേ. ഇവരൊക്കെ എന്തിനായിരിക്കും വരുന്നത്? എന്നെ വെള്ളം കുടിപ്പിക്കാനോ? മതം വിഷമാണ്. ഒടുവില് നമ്മുടെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ മതം സാർസ് പോലെയാണ്. അതൊരു പകർച്ചവ്യാധിയാണ്, അതൊരു വൈറസ് ആണ്. സാർസ് വൈറസ് 1-ൽ നിന്നും 9-ലേക്ക്, 9-ൽ നിന്നും 9,000-ലേക്ക് ഈ മതം സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് ഈ നാടിന്റെ ബഹുസ്വരതയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യൻ എല്ലാത്തിലും മതം കടത്തിക്കൊണ്ടുവരുന്നത്? മതപരമായി ചിന്തിക്കാൻ മാത്രം അറിയുന്ന ഒരു സമൂഹവും ലൈംഗിക വസ്തുവായി മാത്രം പെണ്ണിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സമൂഹവും വളർന്നു വരുന്നു നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണത്? ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആദ്യം കുറച്ച് പ്രീണനം അങ്ങ് ഒഴിവാക്കുക. സത്യം തുറന്നു പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തപ്പെടും. നമ്മളെ പ്രതിരോധിക്കാൻ ആശയങ്ങൾ ഇല്ലാതാകുമ്പോൾ അവർ ആയുധമെടുക്കും. യാഥാർത്ഥ്യമാണത്, അത് യാഥാർത്ഥ്യമാണ്. നമ്മളെ ഇവർക്ക് പരാജയപ്പെടുത്തണം. ആശയങ്ങളില്ല, പറയുന്ന ഒരു വിഷയത്തിനും വസ്തുനിഷ്ഠമായി മറുപടി പറയാനില്ലാതെ വരുമ്പോൾ ദി സാത്താനിക് വേഴ്സസ് എഴുതിയ സൽമാൻ റുഷ്ദിക്ക് സംഭവിച്ചതുപോലെ ഇവർ ആയുധമെടുത്ത് നമ്മളെ നിഗ്രഹിക്കും. ഇറാനില് മഹ്സാമിനി എന്ന് പറയുന്ന 22കാരി നേരാംവണ്ണം തലമറച്ചില്ല എന്ന കാരണത്താൽ മുടിമുറിച്ചും മൂക്കുമുറിച്ചും ക്രൂരമായി കൊല ചെയ്ത ഖൊമൈനി സർക്കാരിനെതിരെ പ്രക്ഷുബ്ധരായ ഒരു വിഭാഗം ആളുകൾ രംഗത്തിറങ്ങിയപ്പോൾ അവരോട് മറുപടി പറയാനില്ലാതെ അവരെ വെടിവെച്ചു കൊല്ലുകയും ജയിലുകളിൽ അവരെ കൂട്ടിയിട്ട് കത്തിക്കുകയുമാണ് ആ സർക്കാർ ചെയ്തത്. അതാണ് ആശയങ്ങളുടെ ദൗർലഭ്യം. അവരുടെ കയ്യിലുള്ളത് ആയുധങ്ങൾ മാത്രമാണ്. ഇന്ന് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ധൈര്യമായി നമുക്ക് സംസാരിക്കാം. ഷെറിൻ ഇറങ്ങി പോകാനെന്ന്. എന്താ, നിന്റെ അച്ഛൻ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത് ആണോ? സിംപ്ലി മെലൺ. മതമല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ എനിക്കിതേ പറയാനുള്ളെങ്കിൽ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് പറയാനുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യാനുണ്ട്? വേണ്ടെങ്കിൽ പൊക്കോ. നിങ്ങളോട് ആരോടും നിർബന്ധിച്ചിട്ട് ആരും വിളിച്ചിട്ടില്ലല്ലോ. ഒരുപാട് പേര് കമന്റ്സുമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മദ്രസ തലച്ചോറാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇവരങ്ങനെ പറഞ്ഞോട്ടെ. ഇവർ ഈ രൂപത്തിലേ പ്രതികരിക്കൂ. നോ വേ ഊമ്പാനെന്ന് ഉമ്മ പഠിപ്പിച്ചു വിട്ടതായിരിക്കും. ഉമ്മ മടിയെ കിടത്തിയേ ചെറിയ പ്രായം മുതലേ പഠിപ്പിച്ച് വിട്ടതല്ലേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. അയ്യോ, ആരോ വന്നിട്ടേ. ആരാണ്? ഹുസ്ന. പ്രോഫറ്റ് മുഹമ്മദ് നബി പഠിപ്പിച്ച ഇസ്ലാമിനെ കുറിച്ച് പറയൂ. എന്നാ മോളെ ഞാൻ അകത്താവും. പ്ലീസ് മിൽക്കോ. മുമ്പ് കുടിച്ചതല്ലേ മോനെ? ഉമ്മയോട് ചോദിക്കേ, ഉമ്മ ഇനിയും തരും. മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് ഇനി വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഹുസ്ന, പ്രവാചകൻ പഠിപ്പിച്ച മതത്തെ കുറിച്ചോ ആ ദർശനങ്ങളെ കുറിച്ചോ ആശയങ്ങളെ കുറിച്ചോ ഇന്ന് ഞാൻ പുറത്തു പറഞ്ഞാല് ജനാധിപത്യത്തെ ഞാന്
നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കുമ്പോൾ 6 വയസ്സുകാരെ കെട്ടാണെങ്കിൽ പറയാൻ പറ്റുമോ? നമ്മുടെ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെയൊക്കെ കൊല്ലാൻ പറയാൻ പറ്റുമോ? അടിമഭോഗം എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മളെ അനുസരിക്കാത്ത എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു സത്യമുണ്ടല്ലോ, ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത്. അതൊന്നും നമുക്കിന്ന് പുറത്തു പറയാൻ പറ്റില്ല കേട്ടാ. അതുകൊണ്ട് തൽക്കാലം എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഈ സൈറ്റ്. അതിനാണ് ദിവസവും ലൈവിൽ വരുന്നത്, ചില കാര്യങ്ങളൊന്ന് തുറന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക, താല്പര്യമില്ലാത്തവർ കേൾക്കണ്ട. ഇപ്പോ ഇസ്ലാമിനെ മാത്രമാണോ വിമർശിക്കുന്നത് എന്ന് ചോദ്യത്തിന് അർത്ഥമില്ല. ലോകം മുഴുവനും എന്താണോ ക്യാൻസർ ആയിരിക്കുന്നത് ആ ആശയത്തെ വിമർശിക്കണം. ഹിന്ദുമതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിമർശിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ? ഇവരെ പിടിച്ച് കയറ്റിയതാ.